ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് നവംബർ 28 തീയതി വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം, ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ഞാൻ നമ്മുടെ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ കെ സൈനുൽ ആബിദീൻ അവറുകളാണ് ഇന്ന് ഈ ലേഖനം നമ്മൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. SIRഉം പ്രവാസികളും എന്ന തലക്കെട്ടിലാണ് ഈ സുപ്രധാനമായ ലേഖനം നമ്മൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, തെറ്റ് തിരുത്തുക, വ്യാജ എൻട്രികൾ നീക്കം ചെയ്യുക തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച പ്രത്യേക തീവ്ര പുനഃപരിശോധന അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIRൻ്റെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ. ഭരണഘടനയുടെ 324 അനുച്ഛേദം നൽകുന്ന അധികാരം ഉപയോഗിച്ച് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനുള്ള ശ്രമമാണ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പറയുമ്പോഴും എല്ലാം നിഷ്കളങ്കമായി അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ലക്ഷ്യങ്ങൾക്കിടയിലും SIR പ്രക്രിയ വലിയ ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രായോഗികമായ നടപ്പാക്കലിലെ അവ്യക്തത, രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്കുള്ള സാധ്യതകൾ, ഏറ്റവും പ്രധാനമായി ലക്ഷക്കണക്കിന് പ്രവാസി നോ റെസിഡൻസ് ഇന്ത്യൻ NRI പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയാണ് പ്രശ്നങ്ങളുടെ കാതൽ. ജനാധിപത്യത്തിൻ്റെ ശുദ്ധീകരണം എന്ന പേരിൽ പൗരന്മാരുടെ അടിസ്ഥാനപരമായ വോട്ടവകാശത്തിന്മേൽ ചോദ്യചിഹ്നമുയർത്തുന്ന പ്രക്രിയയായി SIR മാറുന്നുണ്ടോ എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയരുന്നത്. വോട്ടവകാശം എന്നത് ജനാധിപത്യപരമായ ഭരണത്തിൽ പങ്കുചേരാനുള്ള പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഇത് നിഷേധിക്കപ്പെടാനുള്ള ഓരോ ശ്രമവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിക്കപ്പെടുന്നത് പോലെ മരണപ്പെട്ടവർ, ഇരട്ട എൻട്രികൾ, സ്ഥലം മാറിപ്പോയവർ എന്നിവരെ നീക്കം ചെയ്യുന്നത് നിയമപരമായും ഭരണപരമായും അത്യാവശ്യമാണ്. ജനപ്രാതിനിധ്യ നിയമം 1950 വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്. 2024 മുതൽ രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന SIR പ്രക്രിയ നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ തീവ്ര പുനഃപരിശോധനകൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. വീടാന്തരമുള്ള പരിശോധനയിൽ വോട്ടർ വീട്ടിലില്ലെങ്കിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലം മാറിപ്പോയവർ എന്ന പേരിൽ നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ബീഹാറിൽ കണ്ടത്. ഈ പ്രക്രിയയിലെ അപകട സാധ്യതകളെക്കുറിച്ച് നോബൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ അമർത്യ നൽകിയ മുന്നറിയിപ്പ് അതീവ പ്രസക്തമാണ്. സാമൂഹികമായി പിന്നോക്ക വിഭാഗങ്ങളെയും ദരിദ്രരെയും വോട്ടവകാശത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള അപകട സാധ്യത ഇത്തരം പ്രക്രിയകളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പെട്ടെന്നുള്ളതും കർശനവുമായ നടപടികൾ, ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്ത പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആഭ്യന്തരമായി കുടിയേറിയവരുടെയും അവകാശങ്ങൾ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. രേഖകളുടെ പേരിൽ കടുത്ത വർഗപരമായ പക്ഷപാതം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. SIR പ്രക്രിയയുടെ ഏറ്റവും കടുത്ത പ്രഹരം ഏറ്റുവാങ്ങാൻ പോകുന്നത് പ്രവാസികളായ ഇന്ത്യൻ പൗരന്മാരാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 1.35 കോടിയിലധികം ഇന്ത്യൻ പൗരന്മാരാണ്
ലോകമെമ്പാടുമായി വിദേശത്ത് താമസിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുകയും ചെയ്യുന്ന ഈ സമൂഹം ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഏറെക്കുറെ അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. നിലവിലെ നിയമപ്രകാരം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഓവർസീസ് ഇലക്ടർ ആയി രജിസ്റ്റർ ചെയ്യാം. എന്നാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് അവർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വന്തം നാട്ടിലെ പോളിംഗ് ബൂത്തിൽ നേരിട്ട് ഹാജരാകണമെന്ന നിബന്ധനയുണ്ട്. ഇത് പ്രായോഗികമായി ലക്ഷക്കണക്കിന് സാധാരണ പ്രവാസികൾക്ക് അസാധ്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് വരിക എന്നത് വിമാന ടിക്കറ്റിനും യാത്രാ ചെലവുമായി ലക്ഷങ്ങൾ മുടക്കേണ്ട ഒന്നാണ്. ഇത് വോട്ടവകാശം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമുള്ളതായി ചുരുങ്ങാൻ കാരണമാകുന്നു. SIR പ്രക്രിയ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ്. SIRൻ്റെ പ്രധാന ഘടകം ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയുള്ള വീടാന്തരമുള്ള പരിശോധനയും രേഖാ ശേഖരണവുമാണ്. മാസങ്ങളോളം വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളുടെ വീടുകളിൽ എത്തുമ്പോൾ ആളെ കണ്ടെത്താൻ കഴിയാതെ വരികയും അത് സ്ഥലം മാറിപ്പോയ വോട്ടർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പേര് നീക്കം ചെയ്യാനുള്ള ശുപാർശ നൽകാൻ കാരണമാവുകയും ചെയ്യും. വിദേശത്തുള്ള പ്രവാസിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഹാജരായാൽ പോലും സ്ഥിരമായി ഇവിടെ താമസിക്കുന്നു എന്ന് BLOയെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. പ്രവാസികൾക്ക് നാട്ടിലെ വീട്ടുവിലാസം സ്ഥിരമായിരിക്കും. എന്നാൽ സാങ്കേതികമായി അവർ വിദേശത്താണ് താമസിക്കുന്നത്. ഈ അവ്യക്തത മുതലെടുത്ത് നടത്തുന്ന ഒഴിവാക്കൽ ശുപാർശകൾ ലക്ഷക്കണക്കിന് പ്രവാസി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും അന്യായമായി നീക്കം ചെയ്യപ്പെടാൻ കാരണമാകും. പ്രവാസികളെ സംബന്ധിച്ച് SIR പ്രക്രിയ ഒരുക്കുന്ന പ്രായോഗിക തടസ്സങ്ങൾ നിരവധിയാണ്. ഇത് ഭരണഘടനാപരമായ അവകാശ നിഷേധത്തിലേക്ക് നയിച്ചേക്കാം. വർഷങ്ങളോളം വിദേശത്ത് കഴിയുന്നവരുടെ ഇന്ത്യയിലെ വിലാസ രേഖകൾ പഴയതായിരിക്കും. പലരും താമസ സ്ഥലം മാറ്റിയിട്ടുണ്ടാവാം. SIR പ്രക്രിയയിൽ വോട്ടറെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വീണ്ടും പൂരിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് പൂർണ്ണമായും സാധ്യമാകണമെന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ ഏതെല്ലാം രേഖകൾ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾ തമ്മിൽ വ്യക്തമായ ഏകീകൃത മാർഗനിർദ്ദേശങ്ങളും നിലവിലില്ല. കൃത്യമായ വിലാസവും രേഖകളും ഹാജരാക്കാൻ കഴിയാത്ത പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനക്കാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പേര് നീക്കം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് ഫോം 7 അയക്കാറുണ്ട്. വിദേശത്തുള്ളവർക്ക് പോസ്റ്റൽ വഴിയുള്ള അറിയിപ്പുകൾ സമയബന്ധിതമായി ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ ഈ പ്രക്രിയയുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ സമഗ്രമായി നടപ്പിലാക്കാത്തതിനാൽ റിമോട്ട് വെരിഫിക്കേഷനോ സമയബന്ധിതമായ മറുപടി നൽകാനോ പ്രവാസികൾക്ക് പ്രയാസം നേരിടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ സ്വന്തം പേര് നീക്കം ചെയ്യപ്പെട്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാവർക്കും സാങ്കേതികമായി കഴിഞ്ഞെന്ന് വരില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണം എന്ന നിലയിൽ വോട്ടർ പട്ടികയുടെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിനും അതേസമയം ഒരു വോട്ടറെയും ഒഴിവാക്കില്ല എന്ന ഭരണഘടനാപരമായ തത്വം പാലിക്കുന്നതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർണായകമായ ഉത്തരവാദിത്തമുണ്ട്. SIR പ്രക്രിയ നിയമപരമായി ശരിയായിരിക്കാം, പക്ഷേ പ്രായോഗികമായി അത് പാവപ്പെട്ടവരുടെയും പ്രവാസികളുടെയും വോട്ടവകാശങ്ങളെ നിഷേധിക്കുന്നതാകരുത്. ഈ സാഹചര്യത്തിൽ പ്രവാസി വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി പ്രവാസി സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് ഇതാണ്. വിദേശത്ത് കഴിയുന്ന വോട്ടർമാർക്ക് അവരുടെ ഇന്ത്യൻ വിലാസത്തിൻ്റെയും ഐഡൻറ്റിറ്റിയുടെയും രേഖകൾ ഓൺലൈൻ വഴി സമർപ്പിക്കാനും BLOയുമായി വീഡിയോ കോൺഫറൻസിംഗ് പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ റിമോട്ട് വെരിഫിക്കേഷൻ നടത്താനും സൗകര്യമേർപ്പെടുത്തണം. പോസ്റ്റൽ അറിയിപ്പുകൾക്കൊപ്പം ഇമെയിൽ, SMS തുടങ്ങിയ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ SIR പ്രക്രിയയിലെ
എല്ലാ അറിയിപ്പുകളും പ്രത്യേകിച്ച് പേര് നീക്കം ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ച ഫോം 7 നോട്ടീസുകൾ പ്രവാസികൾക്ക് നൽകണം. ഇതിനായി പ്രവാസികളുടെ ഇമെയിൽ വിലാസങ്ങൾ വോട്ടർ പട്ടികയിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണം. പ്രവാസികളുടെ വിലാസ മാറ്റങ്ങൾ പരിഗണിച്ച് അവർക്ക് വോട്ടവകാശം നിലനിർത്താൻ കഴിയുന്ന എളുപ്പവും ഏകീകൃതവുമായ രേഖാ മാനദണ്ഡങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നിർബന്ധമാക്കണം. പാസ്പോർട്ട്, വിദേശ രാജ്യത്തെ വിസ, എംബസി, കോൺസുലേറ്റ് നൽകുന്ന താമസ സ്ഥലം സംബന്ധിച്ച സാക്ഷ്യപത്രങ്ങൾ എന്നിവ പ്രാദേശിക വിലാസത്തിൻ്റെ തെളിവായി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകണം. വിദേശത്ത് നിന്ന് എളുപ്പത്തിൽ പരാതികൾ സമർപ്പിക്കാനും അതിൻ്റെ പുരോഗതി ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ശക്തമായ ഓൺലൈൻ പരാതി നിർവാഹ സംവിധാനമൊരുക്കണം. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ക്ഷേമ വകുപ്പുകളുമായും നോർക്ക പോലുള്ള ഏജൻസികളുമായും ഇലക്ഷൻ കമ്മീഷൻ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണം എന്നാണ് പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ കെ സൈനുൽ ആബിദീൻ നേതാവ് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായും SIR-ഉം പ്രവാസികളും എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ള ലേഖനം അതിസുപ്രധാനമാണ്. SIR-ഉമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൃത്യമായി തന്നെ പ്രിയങ്കരനായ നേതാവ് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാ സലാമ.